സേനാപതി വേണു, കേന്ദ്ര ബജറ്റിൻ്റെ മുന്നോടിയായി കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും അതെല്ലാം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും എന്ന് കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു പത്ര റിപ്പോർട്ട് വായിക്കാം. സാമ്പത്തിക അവലോകന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വന്നൊരു പത്ര റിപ്പോർട്ട്. കേരളത്തെ സംബന്ധിച്ച ആശ്വാസകരമായ ചില കാര്യങ്ങൾ സാമ്പത്തിക സർവേ റിപ്പോർട്ടിലുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ കേരളത്തിൽ പിണറായി സർക്കാർ കൈവരിച്ച ചില നേട്ടങ്ങൾ മാതൃകാ പദ്ധതികളായ റിപ്പോർട്ടിൽ അവതരിപ്പിക്കുന്നു. തീർച്ചയായും ഇതിൽ ഇടതു സർക്കാരിന് അഭിമാനിക്കാൻ വകയുണ്ട്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയും കൊച്ചി ജലമെട്രോയുമാണ് ആ മാതൃകാ പദ്ധതികൾ. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ കേരള സർക്കാരിനെ മുക്തകണ്ഠം പ്രശംസിച്ചിരിക്കുന്നു. ഇത് ഉയർത്തിക്കാണിച്ചുകൊണ്ട് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമായ മാധ്യമമാണ്. ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞാൽ ഇപ്പോൾ UDFൻ്റെ എല്ലാം ഒരു അനൗദ്യോഗിക ഘടകകക്ഷിയാണ്. എന്ന് പറഞ്ഞാൽ സർക്കാരിനെ അതിനിശിതമായി LDF സർക്കാരിനെയും CPMനെയും എല്ലാം അതിനിശിതമായി വിമർശിക്കുന്ന ഒരു പത്രം പോലും കേന്ദ്ര സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ LDF സർക്കാരിനെ പുകഴ്ത്തിയ കാര്യം വലിയ വാർത്തയായി, ഒരു വലിയ നേട്ടമായി ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഈ കേരള മോഡലിനെ അംഗീകരിക്കുകയല്ലേ ശരിക്കും UDF ചെയ്യേണ്ടത്? സേനാപതി വേണു. മിനിഞ്ഞാന്നാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ബജറ്റിന് മുമ്പുള്ള സാമ്പത്തിക സർവേ പുറത്തു വരുന്നത്. 799 പേജ് ശ്രീ അനന്ത നാഗേശ്വരൻ അവതരിപ്പിക്കുകയും നിർമ്മല സീതാരാമൻ അത് പാർലമെന്റിൽ വയ്ക്കുകയും ചെയ്തിരിക്കുകയാണ്. അക്കാര്യത്തിൽ കേരളത്തിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് ഒരു പേജിൽ പരാമർശമുണ്ട്. നമുക്ക് ആ കാര്യം എന്താ പറയുക, അഭിമാനകരമായ ഒരു കാര്യമാണ്, നേട്ടമാണ്, അതിലൊന്നും നമുക്ക് തർക്കമില്ല. പക്ഷെ അങ്ങനെ ഒരു തർക്കമുണ്ടായിരുന്നു. താങ്കൾക്ക് ഇതേ നിലപാടായിരിക്കാം, പക്ഷേ താങ്കളുടെ പാർട്ടിക്ക് ഇതിനകത്തൊരു തർക്കമുണ്ടായിരുന്നു. ഇത് ഊതിപ്പെരുപ്പിച്ചതാണെന്ന് ഇതൊരു നേട്ടമല്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അല്ല, ആ തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നു. തർക്കത്തിന് നിദാനമായ കാരണങ്ങൾ ഞങ്ങൾ ആദ്യം മുതൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. തർക്കത്തിലെ വിഷയം എന്താണ്? കേരളത്തിൽ 4,91,196 പേര് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ, അതിദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണ് എന്ന് ഞാൻ പറഞ്ഞതല്ല. അത് സംസ്ഥാന നിയമസഭയിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ പറഞ്ഞിട്ടുള്ളതും അത് നിയമസഭാ രേഖകളിൽ നിൽക്കുന്നതുമാണ്. ആ രേഖകളിൽ 4,91,196 ആളുകൾ അതിദാരിദ്ര്യരേഖയ്ക്ക് താഴെ നിൽക്കുമ്പോൾ 64,006 ആളുകളെ, ഇപ്പോൾ ഒരാൾ ദാരിദ്ര്യരേഖയ്ക്ക് അതീവ അതിദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ വന്നാലും നമുക്ക് സന്തോഷമുള്ളതാണ്, ഒരാളുടെ പട്ടിണി മാറിയാൽ. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഈ 4,91,000 ചില്ലുവാനും നിൽക്കുമ്പോൾ അതിൽ 64,006 പേർ മാത്രമാണ് അതിദാരിദ്ര്യരേഖയ്ക്ക് പുറത്തു വന്നിട്ടുള്ളത്. 10 കൊല്ലമായി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം നടക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് ഭരണം നടക്കുന്ന ഒരു നാട്ടിൽ ഇപ്പോഴും അതിദാരിദ്ര്യരേഖയ്ക്ക് താഴെയിൽ ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം ഏതാണ്ട് 4,15 ലക്ഷത്തോളം ആളുകൾ ഇപ്പോഴും നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ എവിടെയാണ് ഈ അതിദരിദ്രരെ മോചിപ്പിക്കുന്നത്? ഇപ്പോൾ ഒരാൾക്കോ 2 പേർക്കോ ഇല്ലെങ്കിൽ 60,000 പേരെ മോചിപ്പിച്ചു, അതൊക്കെ ശ്ലാഘനീയമാണ്. പക്ഷെ ബാക്കി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള വലിയൊരു പോരായ്മ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിച്ച എന്താ പറയുക സാമ്പത്തിക സർവേയിൽ ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രക്രിയയെ പുകഴ്ത്തിയിരിക്കുന്നു. ശരിയാണ്, 64,006 പേരുടെ കാര്യത്തിലേ ഉള്ളൂ. ബാക്കി നിൽക്കുന്ന ആളുകളുടെ കാര്യത്തിൽ എന്തുകൊണ്ട് ഇത് വരുന്നില്ല എന്നുള്ളൊരു ചോദ്യം, അതാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ആ ചോദ്യം ഇപ്പോഴും ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. കാരണം 10 കൊല്ലമായിട്ടും ഈ ആളുകളെ അതിദാരിദ്ര്യരേഖയ്ക്ക് മുകളിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല എങ്കിൽ അതിൻ്റെ പോരായ്മ എന്താണ്? ആ പോരായ്മയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിന് ഒരുപാട് പ്രതീക്ഷകൾ നമ്മൾ ഈ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നു. ഈ ബജറ്റ് അങ്ങ് സൂചിപ്പിച്ച പോലെ സവിശേഷമായ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, 27 വർഷത്തിന് ശേഷം ഞായറാഴ്ചയിൽ ആദ്യമായി ഒരു ബജറ്റ് അവതരിപ്പിക്കുകയാണ് പാർലമെന്റ്. അതോടൊപ്പം മൊറാർജി ദേശായിയുടെ 10 വർഷത്തേത്, P ചിദംബരത്തിന്റെ 10 വർഷം അല്ലെങ്കിൽ 9 വർഷവും ഒരു ഓട്ടോൺ അക്കൗണ്ട് ബജറ്റും, അതും 10 എന്ന് കൂട്ടാം. അപ്പോൾ അതിനോട് ചേർന്ന് വന്ന് 9ാമത്തെ ബജറ്റ്, അതൊരു റെക്കോർഡാണ് നിർമ്മല സീതാരാമനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ രാജ്യത്തെ സ്ഥിതിവിശേഷം അങ്ങ് സൂചിപ്പിച്ചത് തന്നെയാണ്. പ്രധാനപ്പെട്ട 4 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്: കേരളം, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ, അസം. ഈ 4 സംസ്ഥാനങ്ങൾക്കും ചില സവിശേഷതയുണ്ട്. അതിൽ അസാമാണ് ഒരു അപവാദമായി കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഇപ്പോൾ BJPയുടെ ഭരണത്തിലേക്ക് പോയിരിക്കുന്നത്. സ്വാനന്ദ സബർവാളും അതിനുശേഷം ഹേമന്ത ബിശ്വായി ഭരണത്തിലേക്ക് പോയിരിക്കുന്നത്. ബാക്കി 3 സംസ്ഥാനങ്ങളിലും BJP അവരുടെ എന്താ പറഞ്ഞ എല്ലാ പരിശ്രമങ്ങളും നടത്തിയിട്ടും, ബംഗാളിൽ
അധികാരം വരുമെന്ന് പോലും അവർ ഒരു ഘട്ടത്തിൽ വിചാരിച്ചിട്ടും അങ്ങോട്ട് അവർക്ക് കടന്നെത്താൻ പറ്റിയിട്ടില്ല. അവർ പിന്നോക്കം പോകുന്നു. ഇപ്പൊ കേരളമാണെങ്കിലും തമിഴ്നാടാണെങ്കിലും വിദൂര ഭാവിയിൽ പോലും BJPക്ക് ഒരു ഭരണത്തിൽ വരാൻ കഴിയും എന്ന് അവർ വിചാരിക്കുന്ന ഒരു സംസ്ഥാനമല്ല. അപ്പൊ അങ്ങനെ 4 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് സാന്ദർഭികമായിട്ട് വന്നതാണ്. പക്ഷെ ആ തെരഞ്ഞെടുപ്പിന് മുമ്പായി കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന ഒരു ബജറ്റിൽ എന്തെങ്കിലും ഗിമ്മിക്കുകൾ, കാരണം ഈ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും ഗിമ്മിക്കുകളോ അല്ലെങ്കിൽ ടെക്നിക്കുകളോ ഇതിൽ പ്രയോഗിക്കുകയോ എന്ന്, അതിപ്പോൾ 11 മണി കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ ഒരു പ്രീ ബജറ്റ് അനാലിസിസ് ആകുമ്പോൾ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളതെന്ന് പറഞ്ഞില്ല പ്രതീക്ഷകളാണ്. ആ പ്രതീക്ഷകൾ നിൽക്കുമ്പോൾ എന്തായിരിക്കും കേന്ദ്ര ഗവൺമെന്റ് ഈ ബജറ്റിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ എക്കണോമിക് സർവേയിൽ മിനിഞ്ഞാന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ 7.4 ആണ് നമ്മുടെ GDPയുടെ വളർച്ച. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് GDP 2 അംഗ സംഖ്യയിൽ എത്തിയില്ലെങ്കിലും 9.8 എത്തിയ ഒരു ഘട്ടം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. അപ്പോൾ 11 കൊല്ലമായി എന്താ പറഞ്ഞ ഇത്രയും വലിയ വികസനങ്ങൾ നടത്തുന്നു അല്ലെങ്കിൽ നടത്തിയെന്ന് അവകാശപ്പെടുന്ന ഒരു ഗവൺമെന്റ് 7.4 എത്തിയിട്ടുള്ളൂ. 8 എത്തിയിട്ടില്ല, 9 എത്തിയിട്ടില്ല, 2 അക്കത്തിലേക്ക് കടന്നിട്ടില്ല. കഴിഞ്ഞ വർഷത്തേത് 6.4 എന്നാണ് ഞാൻ അതിൽ ഒരു നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ എങ്കിലും രാജ്യം വളർച്ചയിലാണ്. മറ്റ് വികസിത രാഷ്ട്രങ്ങൾക്കൊപ്പം നമ്മൾ മുന്നോട്ട് പോകുന്നു. 5 ട്രില്യൺ എക്കോണമിയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. 7 ട്രില്യൺ ഇക്കോണമിയിലേക്ക് നമ്മൾ പോകാൻ ചർച്ച ചെയ്യുന്നു. ഇതൊക്കെ നിൽക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, രാജ്യത്തെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ, അടിസ്ഥാന ജനവിഭാഗങ്ങൾ, അവരുടെ ജീവിത നിലവാരം ഇനിയും ഏറെ വർദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആ വർദ്ധിക്കുന്നതിന് അനുഗുണമായ നടപടികൾ ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ദാരിദ്ര്യത്തിലുള്ളവൻ, പട്ടിണിയിലുള്ളവൻ വീണ്ടും പട്ടിണിയിലേക്ക് പോകുന്നു. ആ പട്ടിണിയിലേക്ക് പോകുന്നവനെ അവന്റെ ജീവിത നിലവാരം പിടിച്ചുയർത്തുന്നതിനുള്ള എന്തെങ്കിലും നടപടികൾ ഈ ബജറ്റിൽ ഗവൺമെന്റ് ഭാഗത്ത് പുതിയതായിട്ടുണ്ടാകുമോ എന്നുള്ളത് നമ്മൾ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കും.